ഹായ് ഫ്രണ്ട്സ്, നന്ദിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ചൊരു മീൻകറിയാണ്. അതിനായിട്ട് കണമ്പ് മീനാണ് എടുത്തിരിക്കുന്നത്. മീൻകറിക്ക് ആവശ്യമായത് ഒരു തക്കാളി, ചെറിയ ഉള്ളി, 2 പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, തേങ്ങ തിരുമ്മി മിക്സിയുടെ ജാറിലിട്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ചട്ടി ചൂടായതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി, പിന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചെറുതായിട്ട് ചെറിയ തീയിൽ ഒന്ന് വാട്ടിയെടുക്കണം. അതൊന്ന് ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ തക്കാളിയും കൂടെ അരിഞ്ഞിടുകയാണ്. തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തൊന്ന് ഉടയണം. തക്കാളിയൊക്കെ വെന്തുടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു 1.5 സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി അധികം വേണ്ട, 1/4 സ്പൂൺ മതി. ആ പച്ചമണം മാറണം പൊടിയുടെ എല്ലാം. ഒന്ന് ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം ഒഴിക്കുകയാണ്. കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പുളി കുറവാണെങ്കിൽ ബാക്കി വരുന്ന വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരപ്പൊന്ന് തിളച്ച് വരണം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ചാറ്, എത്രയും ചാറ് വേണോ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നീട് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഉപ്പും പുളിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മീൻ പെറുക്കി എല്ലാം കൂടി ഇടുകയാണ്. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മീൻ. ഇനി അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് പൊങ്ങി വരണം. നമ്മൾ തുണി കൊണ്ട് പിടിച്ചൊന്ന് ചുറ്റിച്ചെടുക്കണേ. നമ്മുടെ മീൻ കറി ഇനി അധികം വേവണ്ട, റെഡി ആയിട്ടുണ്ട്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.